നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരത്തെ സ്വർഗത്തിലാണ്, ഭൂമിയിലാണ്. ഒന്നും മനസ്സിലായി കാണില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് ശരിക്കും സ്വർഗമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഭൂമി എന്ന റെസ്റ്റോ ബാറിലാണ് നമ്മളുള്ളത്. നമ്മൾ മലയാളികൾ ആഗ്രഹിച്ച ഒരു റെസ്റ്റോ ബാർ, അത് നമുക്ക് സ്വന്തമാക്കി തന്ന രണ്ട് യുവ സംരംഭകരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഭൂമിയുടെ വിശേഷങ്ങൾ ഒരുപാടുണ്ട്, അകത്ത് പോയി കാണാം, അത് പറയുന്നതിനപ്പുറം കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഭൂമി. ഞാൻ പറഞ്ഞതുപോലെ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഇവിടെ വന്ന് കണ്ട് തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാനിതിനെ സ്വർഗം എന്ന് പറഞ്ഞത്. നമുക്ക് നോക്കൂ, തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ കഴക്കൂട്ടത്ത് അല്ലെങ്കിൽ ഈഞ്ചക്കൽ ആണ് ഈ ഭൂമി ഉള്ളത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ വാതിൽ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തേക്കാണ് എത്തുന്നത്. നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. ഇവിടെ നമ്മുടെ ഒരുപാട് വണ്ടികളുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ, റോഡ് സൈഡിൽ തന്നെയാണ്, അവിടെ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഈ ശബ്ദമാണ്. നമ്മൾ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രകൃതിയുടെ ഈ ശബ്ദം. അത് നോക്കൂ, അതിനുവേണ്ടി അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് ഒരു നീണ്ട ഒരു ആലോചനയ്ക്കൊടുവിൽ എങ്ങനെ ആളുകളിലേക്ക് ഇത് എത്തിക്കാം, ആളുകൾക്ക് ഇത്തരത്തിലൊരു സ്പേസ് കൊടുക്കാമെന്ന് വളരെയധികം ചിന്തിച്ച്, ഒരുപാട് നാളെടുത്ത് ചിന്തിച്ച് അത് എക്സിക്യൂട്ട് ചെയ്തൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ഇത് സ്വർഗമല്ല എന്ന് ആരും പറയില്ല. അതുപോലെ ഒരു ആംബിയൻസ് ആണ് കാണുന്നത്. ഇവിടെ ഫോട്ടോ സ്പോട്ട് അടക്കമൊക്കെ ഉണ്ട്. ഇവിടെ റെസ്റ്റോ ബാർ എന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരിടം എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയണം. ഒരേക്കറിൽ താഴെ സ്ഥലത്ത് ഇത്രയും മനോഹരമായ ഒരു സ്പോട്ട് മലയാളികൾക്കായി സമ്മാനിച്ചതിന് അവരോട് ശരിക്കും നന്ദി പറയണം. നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് ആളുകളെ നമുക്ക് അതിഥികളായി വരുന്ന, നമ്മളെപ്പോഴും കേരളം എന്ന് പറയുമ്പോൾ ആതിഥേയത്വത്തിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെ അതിഥികളായി വരുന്നവരെ എവിടേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു കൃത്യമായ മറുപടി കൊടുക്കാൻ നമുക്ക് സാധിച്ചത് ഈ ഭൂമിയിലൂടെയാണ്. അതെങ്ങനെയെന്ന് നമുക്ക് ചോദിക്കാം. അത് ഏറ്റവും സന്തോഷകരമായ കാര്യം അതിന് പിന്നിൽ രണ്ട് യുവ മനസ്സുകളാണ് എന്നുള്ളതാണ്. സംരംഭകത്വത്തിലേക്ക് കാലെടുത്ത് വെച്ച, അതേസമയം വ്യവസായ ഫാമിലിയിലൊക്കെ ജനിച്ച ഒരാളാണ് ഇതിന് പിന്നിൽ. അവർ രണ്ടുപേരും നമുക്ക് പരിചയപ്പെടാം. രേഷ്മയും നന്ദുവും. ഹായ്. ഹലോ. ആദ്യം തന്നെ രണ്ടുപേരോട് ഞാൻ താങ്ക് യു പറയുന്നു. കാരണം ഞാൻ ഇൻട്രോ പറഞ്ഞു വന്ന പോലെ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരാളെ എവിടെ കൊണ്ടുപോകാൻ ട്രിവാൻഡ്രത്ത് ചോദിക്കുമ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരിടം ഭൂമിയാണ്. എങ്ങനെയാണ് അപ്പോൾ നമുക്കൊരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പറയാനും ഇഷ്ടം പോലെ ഉണ്ട്, വാതോരാതെ പറയാനുണ്ട്. എങ്ങനെയായിരുന്നു ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്? ഇപ്പം ഈ പറഞ്ഞ അതേ ഒരു കാര്യത്തിൽ നിന്ന് തന്നെയാണിത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ പല സിറ്റീസിലും സെറ്റിൽഡ് ആയവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത്, ട്രിവാൻഡ്രത്ത് ഇപ്പോൾ എവിടെ പോകാനാണ്, നിങ്ങൾക്ക് ഒരു ഓപ്ഷൻസും ഇല്ലല്ലോ, നിങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കുന്നു എന്നീ ചോദ്യം നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഈവൻ നമ്മളാണെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും വി സീ സോ മച്ച് ബ്യൂട്ടിഫുൾ പ്ലേസസ് ഇൻ അതർ സിറ്റീസ്. എന്തുകൊണ്ട് നമുക്ക് ഇതിവിടെ ചെയ്തുകൂടാ എന്നൊരു തോട്ട് തന്നെയാണ് ഈ ഒരു പ്രോജക്റ്റ് കൺസീവ് ചെയ്യാനുള്ള കാര്യം. ഒരു കാമായിട്ടുള്ള സ്ഥലം, അതും ഇത്രയും ട്രാഫിക് ഒക്കെ ഉള്ള ഒരു ഇടത്തുനിന്ന് ഞാൻ പറയുന്നു, ആ കഥകൊന്ന് അടച്ചു കഴിഞ്ഞാൽ, ആ വാതിലൊന്ന് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുന്നത് നേച്ചറിന്റെ ഒരു ശബ്ദമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലേ, നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ശബ്ദമാണ്. ഈ കൺസെപ്റ്റ് ചെയ്തപ്പോ ഏറ്റവും വാശി എവിടെയായിരുന്നു? എന്ത് ആളുകൾക്ക് കൊടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്? അതായത് ആൾക്കാർക്ക് ബേസിക്കലി നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഈവൻ കേരളത്തിലാണെങ്കിൽ പോലും ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നതിന് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റിൽ നിന്ന് മാറി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ ആർക്കിടെക്റ്റുമായിട്ട് ആദ്യത്തെ ഇനിഷ്യൽ മീറ്റിംഗ് സംസാരിച്ചപ്പോഴത്തേക്ക് ഒരു കാര്യം പറഞ്ഞത്. അതിനകത്ത് ആദ്യം പറഞ്ഞ സാധനം ഇതാണ്. അതായത് നമുക്കിത് അത്യാവശ്യം ഒരു കയറി വരാൻ നേരത്ത് അകത്ത് എന്താണ് എന്ന് ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്ത രീതിയിൽ ഒരു വലിയ മതിൽ വേണം. അതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വേറൊരു ലോകത്ത് എത്തിയത് തോന്നണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷേ സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത്, ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്ത് കൂടുതലും പറയുന്ന കാര്യം അതാണ്. അതിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചില്ല ഇങ്ങനൊരു സ്ഥലമാണ് എന്നുള്ളത്. സോ അത് കേൾക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അപ്പോൾ അത് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഇനിഷ്യൽ തോട്ട്. അതായത് ആൾക്കാർക്ക് വരാനും അൺവൈൻഡ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ്. മോർ ദാൻ എ ഫുഡ് എക്സ്പീരിയൻസ്, റെസ്റ്റോറൻറ്റിൽ നിന്നുപരി
നമുക്കതിനകത്ത് ഒരു എക്സ്പീരിയൻസ് ആൾക്കാർക്ക് വന്നിട്ട് ഒരു ഫാമിലി ഇപ്പോൾ ഒരു ഡിജിറ്റൽ എറയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇല്ലാത്ത എന്ന് പറഞ്ഞ സമയമാണ്. ആൻഡ് ദാറ്റ് ഇസ് ബിക്കോസ് നമുക്കിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും ഈ പറയുന്ന നമ്മുടെ ഫോണിലും ഒക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ട് തോന്നുന്നു. ഞങ്ങളുടെ കോൺസെപ്റ്റ് വൈസ് ആൾക്കാർ ഫാമിലി ആയിട്ട് വന്നിട്ട് ദേ ആർ സ്പെൻഡിങ് സോ മച്ച് ടൈം ഹിയർ. അപ്പോൾ അതിനകത്ത് അവർ കുട്ടികളാണെങ്കിലും ഇവിടെയൊക്കെ ഓടിക്കളിച്ച് നടക്കുക, അതിൻ്റെ പുറയിൽ പേരൻസ് ഓടി നടക്കുന്നത് കാണുമ്പോഴത്തേക്ക് വാട്ട് എവർ വി ആർ എൻവിഷൻഡ് അത് നടന്നു. അപ്പോൾ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ അവർക്കുണ്ട്. ഇവിടുത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നോക്കൂ, മാനസികം കൂടിയാണ് കേട്ടോ കുറേയൊക്കെ, മനസ്സിൻ്റെയും കൂടി ഒരു കാര്യമുണ്ട്. കാരണം അവിടുന്ന് കയറുമ്പോൾ നമുക്ക് ആ വാതിലിന് അവിടെ വരെ വരുമ്പോൾ ഒരു ചൂടാണ് മൊത്തത്തിൽ നമ്മുടെ ബോഡി ഹീറ്റായിട്ടിരിക്കുക. പക്ഷെ ഇവിടെ വരുമ്പോൾ നോക്കും, ഇവിടെ AC ഒന്നും അല്ല, ഓപ്പൺ ആണ്, മുകളിൽ വശം ഓപ്പൺ ആണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, ശരിക്കും തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ മെന്റലി അങ്ങനെയാണല്ലേ, റിലാക്സ്ഡ് ആവുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്. കയറി വരുമ്പോൾ ആ ഒരു ട്രാഫിക്കും ആ ഒരു ശബ്ദവും ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് എല്ലാം ഇവിടെ കട്ടാണ്. അത് ഈ പറഞ്ഞ പോലെ മാനസികമാണ്, പിന്നെ ഒരു നേച്ചർ ഫ്രണ്ട്ലി സ്ഥലമാണല്ലോ. അപ്പൊ അതിന്റെ നല്ലതായിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഇവിടെ ഈ സ്പേസിൽ. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും ഇതിന്റെ ഒരു ഇന്റീരിയർ ആണ് ഏറ്റവും പ്രധാനം. നേരത്തെ നന്ദു പറഞ്ഞ പോലെ നമ്മളൊരു റെസ്റ്റോറന്റ് അല്ല ഇവർ ഉദ്ദേശിച്ചത്. ഇവർ ഉദ്ദേശിച്ച സാധനം കിട്ടിയവർ ഒരുപാട് പേര് നിങ്ങളിലേക്കൊക്കെ ഇപ്പൊ റീലായിട്ടൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വന്നവരല്ലേ. അവർ തന്നെ പറയുന്നു വലിയ പ്രൊമോഷൻസ് ഒന്നും കണ്ടില്ല ഭൂമി വരുമ്പോ, മാർക്കറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള. ഇൻഫാക്ട് ഇവിടെ വരുന്ന മാർക്കറ്റ് ചെയ്യുന്ന എല്ലാവരും ഇവിടെ വരുന്നവർ തന്നെയാണ്. അതിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഓരോരുത്തർക്ക് അയച്ചു കൊടുത്തിട്ട് നമ്മളാണെങ്കിലും വരുമ്പോൾ ശ്രദ്ധിക്കുന്നു എനിക്കറിയത്തില്ല. ബോർഡ് ആസച്ച് പോലും ഞങ്ങൾ വളരെ ചെറിയൊരു ബോർഡാണ് വെച്ചത്. സോ ഞങ്ങൾ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരുന്ന ആൾക്കാരാണ് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതും. എല്ലാ ആൾക്കാരും ഓരോ ദിവസം കൂടുമ്പോഴും കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്റീരിയർ നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാലോ. ശരിക്കും ഇത് എല്ലാവരും കാണിക്കണം. എനിക്കിത് എത്രത്തോളം നിങ്ങൾക്ക് ക്യാമറയിലൂടെ എത്തുന്നതെന്ന് അറിയില്ല. തിരുവനന്തപുരത്ത് വരുന്നവർ, തിരുവനന്തപുരത്തുകാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇരുന്നോളൂ, തിരുവനന്തപുരത്തുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വരുമ്പോൾ മസ്റ്റായിട്ടും വരണം എന്ന് നമ്മൾ മസ്റ്റ് ട്രൈ പറയില്ലേ, അങ്ങനെ ഒരു സ്ഥലമാണ് ഇത് എന്നുള്ളത് തന്നെയാണ്. കുറച്ചേരം ഇവിടെ ഇരുന്ന് സംസാരിക്കും കേട്ടോ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇത്. നമ്മൾ ഒരു സ്വപ്നം നമുക്കുണ്ട്, അത് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ കുറേ വെല്ലുവിളികളൊക്കെ നമുക്കുണ്ടാകും. അതിനപ്പുറത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം ചെയ്യാൻ പറ്റുന്നതിന് നമ്മളൊരു ഒരു ടൈം പീരീഡ് എടുത്തു കാണുമല്ലോ. അത് എത്രയായിരുന്നു? പ്രത്യേകിച്ച് നിങ്ങൾ ഭയങ്കര യങ് ആയിട്ടുള്ള ആളുകളാണ്. പറഞ്ഞു തുടങ്ങുവാണെങ്കിൽ നമ്മൾ ഈ പ്രോജക്റ്റ് കൺസീവ് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് ഫുൾ സ്റ്റേജിലോട്ട് എത്തിയത്. അതെ, അപ്പോൾ അതിന്റെ ഡിസ്കഷനും ഇതിലോട്ട് എത്താനുള്ള സമയം തന്നെ 1 വർഷം എടുത്തു. പിന്നെ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്ത ചാലഞ്ച് ലേബറാണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എൻവിഷൻ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാൻ ഫോഴ്സ് ഇവിടെ ഇല്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ സ്ട്രഗിൾ. അപ്പോൾ അതിനാണ് ഇത്രയും ടൈം എടുത്തത്. ഇപ്പോൾ ഈ കാണുന്ന സ്റ്റോൺസ്, മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യാനും ഇവിടെ എത്തിക്കാനും അതും ഒരു ടൈം ഡിലേ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കൊരു ടൈലിട്ട് പോയാൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഇത്രയും സ്റ്റോൺ കൊണ്ടുവന്നു, രാജസ്ഥാനിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കൊണ്ടുവന്നു. പിന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന ലേബർ, അത് ഐഡന്റിഫൈ ചെയ്യാനും ഒത്തിരി ടൈം എടുത്തു. അപ്പം അങ്ങനെ ഇവിടെ വലിയ വലിയ ബോൾഡേഴ്സ് ഉണ്ട്. അത് പല പല സ്ഥലങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്തതാണ്. ഈവൻ ഈ കാണുന്ന ചെടികൾ പോലും ഇവിടെ ഉണ്ടായിരുന്നതല്ല. ഇതിനകത്ത് 2-3 ചെടി, ഒരു മരം ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മളിവിടെ നമ്മൾ ആദ്യം ചെയ്തത് തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു ഐഡിയ ഉണ്ടായതുകൊണ്ട് ബേസിക്കലി ഒരു നല്ലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇതാണ് നമുക്ക് വേണ്ടതെന്ന് കൃത്യമായ ക്ലാരിറ്റി ഉണ്ട്. ആദ്യം ചെയ്തത് നമ്മൾ എല്ലാം ചെടികൾ നടുക എന്നുള്ളതാണ് ചെയ്തത്. പിന്നെയാണ് ബാക്കിയുള്ള പണി തുടങ്ങുന്നത്. സോ ആ സമയം കൊണ്ട് അത് ഇച്ചിരി ലഷായി വന്നു. അപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് വരുമ്പോഴത്തേക്ക് തോന്നുന്ന കാര്യം ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് എന്ന് തോന്നുന്നു. ബട്ട് അത് കേൾക്കുമ്പോൾ സന്തോഷം. അതിനകത്ത് നമ്മളും ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ ലോക്കലി ഉള്ള ഈ പറയുന്ന ബ്ലൂപ്പി, അതായത് നമ്മുടെ ഈ നാട്ടിൻ പ്രദേശത്ത് കണ്ടുവരുന്ന ടൈപ്പ് അശോകമരം, അങ്ങനെയുള്ള ചെടികളാണ്. അതായത് യൂഷ്വലി ലാൻഡ്സ്കേപ്പിംഗ് യൂസ് ചെയ്യുന്ന ഇപ്പോഴത്തെ കണ്ടംപററി ആയിട്ടുള്ള എല്ലാവരും യൂസ് ചെയ്യുന്ന ആ സാധനങ്ങളൊന്നും എടുക്കാതെ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കണ്ടുവരുന്ന നമ്മുടെ ടെറൈനുമായിട്ട് സൂട്ടബിൾ പണ്ട് കണ്ടിരുന്ന സാധനങ്ങളാണ് കൂടുതലും നമ്മളിവിടെ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വരുമ്പോഴത്തേക്ക് ഒരു ബ്ലെൻഡഡ് ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ അതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നൊരു സാധനം. പരീക്ഷ പറഞ്ഞ പോലെ എവിടെയാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമ്മൾ എടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈല് അങ്ങനെയുള്ള സാധനങ്ങൾ മാറ്റി ഇപ്പോൾ സ്റ്റോണ്, ഇപ്പോൾ ചെടികളുടെ കാര്യമാണെങ്കിൽ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനം യൂസ് ചെയ്യണം എന്നുള്ള
ഒരു വലിയൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ചലഞ്ച് ഉണ്ട്, ബിക്കോസ് അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ അതിൻ്റെതായിട്ടുള്ള. ബട്ട് വി ആർ ട്രൈങ് അവർ ബെസ്റ്റ് ടു മെയിൻറ്റെയിൻ ദാറ്റ്. അപ്പോൾ ആ ഒരു സാധനം കിട്ടണം. പ്ലാസ്റ്റിക് ഇപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇപ്പോൾ ഇത്രയും ചെയ്യുന്നതിനെക്കാട്ടിൽ ചൈനയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും, കൊണ്ട് വെച്ചാൽ മതി. പക്ഷെ ദാറ്റ് ഇസ് എ ഡിഫറെന്റ്. പക്ഷെ ഞാൻ പറഞ്ഞ ആ മനസ്സിന്റെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും കല്ലും ചെടിയും തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ആ ഗേറ്റിന്റെ വെളിയിൽ നിന്ന് അവിടെ നിന്നിട്ട് ജസ്റ്റ് അകത്തോട്ടൊന്ന് കയറി കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് ഫീൽ ചെയ്യാം. പക്ഷെ അതൊക്കെ നമ്മൾ ആക്ച്വലി വിചാരിച്ചതല്ല. ഇതിൻ്റെ ഒരു പ്ലസ്സും ഈ പറയുന്ന നാച്ചുറൽ സാധനങ്ങൾ യൂസ് ചെയ്തതിൻ്റെ ഒരു പ്ലസ് കിട്ടിയതല്ല. ഇപ്പോൾ 1 മണിയാകുമ്പോൾ, അതായത് 1-1:30 മണിയാകുമ്പോൾ, അതായത് ഉച്ചയിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇതിനകത്ത് ഇരിക്കുമ്പം ഒരു തണുപ്പാണ്, ഒരു തണുത്ത കാറ്റാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കുറേയൊക്കെ മനസ്സിൻ്റെ ആയിരിക്കാം. പിന്നെ ഈ പറയുന്ന പോലെ സൗണ്ടും ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന ചില സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബട്ടർഫ്ലൈസും അങ്ങനെയുള്ള ഒരു സാധനങ്ങളെല്ലാം കാണാം. നമ്മളൊരു കാട്ടിലോട്ടൊക്കെ പോയതുപോലെ അത് തന്നെ അവരവിടെ ചെയ്തു വെച്ചിട്ടുമുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മുടെ ഒരു കൾച്ചറിന് ഒരു തുടക്കം കുറിച്ച ആളുകളാണെന്ന് ഞാൻ പറയും കേട്ടോ. നിങ്ങൾ ചെയ്തത് നമ്മൾ റെസ്റ്റോ ബാർ എന്ന് പറയുന്നത് ഒരു നമ്മുടെ കേരളത്തിൽ നമുക്ക് അറിയില്ലാത്തൊരു കൾച്ചറാണ്. എങ്ങനെ മദ്യപിക്കണമെന്ന് പോലും നമുക്ക് അറിയില്ല, ഇപ്പോഴും അറിയില്ല അല്ലെ? വർഷങ്ങളായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന ഒരു മേഖലയാണ്, പക്ഷെ ഇപ്പോഴും നമുക്കറിയില്ല എങ്ങനെ മദ്യപിക്കണം. മദ്യപാനം എന്ന് പറയുമ്പോൾ തന്നെ നെഗറ്റീവായി കാണുന്നതിന് കാരണവും ആ അറിവില്ലായ്മയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ ഒരു കൾച്ചറിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നന്ദു രേഷ്മയും കൂടി. റെസ്റ്റോ ബാർ എന്നൊരു ആശയത്തിനപ്പുറത്തേക്ക് ഒരു ഫാമിലി ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലം, അങ്ങനെ അതിലേക്കാണ് എത്തിയത്. അവിടെ മദ്യത്തെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല അല്ലേ? അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? അതായത് ഇപ്പോൾ സോഷ്യലി ഉള്ളൊരു ടാബും ഉണ്ട്, പ്രത്യേകിച്ച് മലയാളികളാണ് ഏറ്റവും, എനിക്കറിയില്ല കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോലും സോഷ്യൽ ഒരു ടാബും ഉണ്ട്. അങ്ങനെ അത് ഉപയോഗിക്കുന്ന ആൾക്കാർ, മോശക്കാർ, അതെന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രോബ്ലം ഇസ് ബാക്കിയുള്ള ഏത് സ്റ്റേറ്റ്സിൽ പോയാലും പുറത്തോട്ട് പോയാലും ഇത്രയും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിന് അങ്ങനൊരു ആരും നോക്കി കാണുന്നില്ല. പിന്നെ അതുകൊണ്ടാണോ എന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറയുന്നുണ്ട് മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ആൾക്കാർ ഉപയോഗിക്കുന്നത്. കാരണം ഇതിനെക്കാട്ടിലും കാരണം ഇത് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ അവൈലബിലിറ്റി റെസ്ട്രിക്ഷൻ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇതിനെക്കാട്ടി ചീപ്പായിട്ടും കൂടുതൽ കിട്ടുന്ന മറ്റ് പല ഇതിലേക്ക് കുട്ടികൾ മാറുന്നുണ്ട് എന്ന് ഇപ്പം ഇന്നലെ ഏതോ ഞാൻ ന്യൂസ് ഉണ്ട്, 7 മണിക്ക് ശേഷം ആൺകുട്ടികളെ വെളിയിലോട്ട് വിടരുത് എന്ന് പറയുന്ന ആ ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം വരുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് ആൾക്കാർ അതിലേക്ക് പോകുന്ന ഒരു പ്രവണത കാണുന്നത്. അപ്പം നമ്മൾ അതിനെക്കാട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ആക്സസിബിൾ ആക്കുക. ഇന്ന മനുഷ്യരുടെ ഒരു ബേസിക് ഫീലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ആക്സസിബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പ്രത്യേകിച്ചൊരു ഇതിന് പോകണ്ടേ. ഒരെണ്ണം സാധനം റെസ്ട്രിക്ട് ചെയ്താൽ എനിക്കത് വേണം എന്നുള്ളൊരു സാധനമാണ്. സോ ഒരു ഇൻക്ലൂസീവായിട്ട് നമുക്ക് ഈ പറയുന്ന എല്ലാവരെയും കൊണ്ടുവന്ന് എല്ലാവർക്കും ഇവിടെ എല്ലാം കിട്ടുന്ന ഒരു സാധനം. ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരാൾ കഴിക്കാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് വേറൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്സുമായിട്ട് എനിക്ക് ബാറിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഡ്രിങ്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഐ വോണ്ട് ടു സ്പെൻഡ് ദാറ്റ് ടൈം ദെയർ എന്ന് പറയുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതും കിട്ടും. ഫാമിലിയുടെ കൂടെ ദേ ക്യാൻ സ്പെൻഡ്. അങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ റെസ്റ്റോ ബാർ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു തോട്ടുണ്ട്, എന്താണ് ഒരു ബാർ എന്ന് പറയുന്നത് എങ്ങനെയാണ്. പക്ഷേ അതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഇൻക്ലൂസീവ്നെസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇവിടെ അതും സെർവ് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ആൾക്കാർക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനും ആ ഒരു കൾച്ചർ ബിൽഡ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. അത് ഇവിടെ നമ്മൾ തുടങ്ങി വെച്ചു എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി മറ്റ് സിറ്റീസിലെല്ലാം ഉണ്ട്. ആ ഒരു കൾച്ചർ എല്ലാവരും വന്നിരുന്ന് റെസ്പോൺസിബിളായിട്ട് ഡ്രിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റി. അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു സ്പേസ് കിട്ടിയപ്പോഴത്തേക്ക് പീപ്പിൾ ആർ ഇൻ ടു ഇറ്റ് എന്നുള്ള ഇതാണ് കാണുന്നത്. നമ്മളിത് കൺസീവ് ചെയ്ത സമയത്ത് നമുക്കത് ഇതൊരു സോഷ്യൽ ഹൗസ് ആയിട്ട് പ്രസന്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. കാരണം ഇവിടെ ആൾക്കാർ വന്ന് ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പം ഫുഡും ഡ്രിങ്ക്സും ഒക്കെ അതിന്റെ പാർട്ട് ആൻഡ് പാർസൽ ആകണമെന്നേ ഉണ്ട്. അല്ലാതെ ഒരു പെർട്ടിക്കുലർ തിങ് അതല്ല നമ്മുടെ എയിം, അതല്ല. അപ്പൊ അങ്ങനെ സോഷ്യൽ ഹൗസ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ക്ലിയർ ആവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അതാണ് നമ്മൾ ആദ്യം അതിന് ടേം ചെയ്ത സോഷ്യൽ ഹൗസ് എന്നുള്ള പേര്, റെസ്റ്റോ ബാർ എന്നുള്ള പേരല്ല, സോഷ്യൽ ഹൗസ് എന്നുള്ള. അപ്പോൾ സോഷ്യൽ ഹൗസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വ്യക്തത കിട്ടുമോ എന്നുള്ള ഒരു നമ്മൾ പറഞ്ഞപ്പോൾ ആ പെർസ്പെക്റ്റീവിലാണ് പിന്നെ നമ്മൾ അത് പിന്നെ പറയാത്തത്. പക്ഷേ ആക്ച്വൽ തോട്ട് അതാണ്. സോഷ്യൽ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വന്നൊരു ഇൻക്ലൂസീവ്നെസ് ഉണ്ടാവുന്നതാണ്. ഇപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ നമ്മൾ ഒരു ഇൻക്ലൂസീവ്നെസിന്റെ പാർട്ടാണ്. അത് ലോഗോ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ലോഗോയിൽ എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞാനിത് ഒരുപാട് തവണ ഇതുവഴി പോയ ആളാണ്. എനിക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ ഇത് എന്താണ്, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് എത്താൻ കുറച്ച് സമയം എടുത്തു. ഞാൻ എന്താ അതിന്റെ ഒരു ഐഡിയ, അതിന്റെ ഒരു തോട്ട് എന്താണ്? അത് ബേസിക്കലി ഒരു മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ മൈൻഡ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് വെറുതെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് വായിച്ചു, അത് കളഞ്ഞു. പക്ഷേ ഒരു സാധനം നമുക്ക് കണ്ടിട്ട് അതെന്താണെന്ന് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ രണ്ടാമതൊരു സാധനം നോക്കാൻ തുടങ്ങും, ക്യൂരിയോസിറ്റി വരും. അപ്പം ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റാത്തൊരു ലാംഗ്വേജ് ആണെങ്കിൽ പോലും ആൾക്കാർ ഒരു പിക്ചറായിട്ട് അതിനെ ഫിഗർ ചെയ്തിട്ട് ഈ ലോഗോ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ
ഒരു 1 year കഴിയുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഒരു സെറ്റ് ടൈം കാണുമ്പോൾ ഇത് കാണുമ്പോഴത്തേക്കാണ് ഭൂമി എന്ന് വായിക്കാം. അപ്പോൾ അത് ലോഗോ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനും നമുക്ക് ആ ഒരു ഇതിലേക്ക് വരിക എന്നുള്ള രീതിയിലാണ് ഒരു റീഡബിലിറ്റി ഇച്ചിരി ട്വീക്ക് ചെയ്ത് വെച്ചത്. പക്ഷെ അതുകൊണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും അതിൽ നിന്ന് നമ്മൾ പോലും കാണാത്ത പല അർത്ഥങ്ങൾ കണ്ട് ഞങ്ങളടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് ചെയ്തോട്ടെ അല്ലേ, ചില സിനിമകൾ അങ്ങനെയാണല്ലോ. അതായത് സെയിം സാധനം ഇപ്പൊ ലൂസിഫർ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയ മറ്റേ സിനിമ അതാണ് എക്സാമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ഈ മുരളി ഗോപി എടുത്തൊക്കെ ചോദിക്കും ആൾക്കാർ ഇത് അങ്ങനല്ലേ, അപ്പൊ പുള്ളി ഇങ്ങനെ നിങ്ങൾ എടുത്തോളൂ എന്നുള്ള. അപ്പൊ അത് ഭൂമിയുടെ ഇടയ്ക്ക് ഒരു ഡോട്ട് ഉണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് പറയാമോ? നമ്മൾ പറഞ്ഞു വന്നപ്പം നമ്മുടെ ആർക്കിടെക്ചറിനെ ഒത്തിരി റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ലോഗോ. അപ്പോൾ ഇവിടുത്തെ ആർച്ചസ് ഒക്കെ അതേപടി ആ ലോഗോയിൽ റിഫ്ലക്ട് ചെയ്ത്, അതുകൊണ്ടാണ് അതിന് ഇച്ചിരി ഒരു റീഡബിലിറ്റി ഇത് വന്നത്. അത് പിന്നെ ലോഗോയും ഇതും സെപ്പറേറ്റ് ആക്കി വെക്കണം എന്ന് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ലോഗോ തന്നെയാണ് പേരാകേണ്ടതും എന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ അങ്ങനെ ആർക്കിടെക്ചർ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഈ നേച്ചറിൻ്റെ 5 elements ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആർക്കിടെക്ചറും നമ്മുടെ ഈ കോൺസെപ്റ്റും നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ അങ്ങനെയാണ് നമ്മൾ എത്തിച്ചേർന്നത്. അപ്പോൾ അത് ലോഗോയിൽ റിഫ്ലക്റ്റ് ആവണം. അപ്പോൾ ഈ 5 elements 5th element പലതിലും പലതായിട്ടാണ് എല്ലാവരും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് 5th element ഷുഡ് ബി പീപ്പിൾ എന്നുള്ളതാണ്. പീപ്പിൾ വന്നാലേ ഭൂമി കംപ്ലീറ്റ് ആവുള്ളൂ. ഒരു കാര്യത്തിലാണ് നമ്മൾ ആ ഡോട്ട് ആ ഭൂമിനെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ അത് വരുമ്പോൾ അത് കംപ്ലീറ്റ്നെസ് ഉണ്ടാവും. ശരി, നന്ദു പറഞ്ഞ പോലെ ഇവിടെ ബട്ടർഫ്ലൈസ് ഒക്കെ വരാൻ ശരിക്കും പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ രണ്ടുപേരും അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവും. ഇപ്പൊ ഇന്റീരിയർ ചെയ്തതിനെ കുറിച്ച് കൂടി പറയാം. നിങ്ങൾ വിചാരിച്ച സാധനം അതുപോലെ ചെയ്യാൻ പറ്റുമോ? അതിന് ആരാണ് ഒപ്പം നിന്നത്? ഇതിന്റെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ കിട്ടുന്ന ഒരാളായിരുന്നു അത്? പറയാൻ തുടങ്ങിയാൽ കുറേ നമ്മുടെ ഈ ഡ്രീം സാക്ഷാത്കരിക്കാൻ നമ്മുടെ കൂടെ നിന്നതും ഇത് ഡെലിവർ ചെയ്തതും ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മുടെ ആർക്കിടെക്ട്സ് തന്നെയാണ്. ധനേഷ്, രൂപ എന്ന് പറഞ്ഞിട്ട് കപ്പിളാണ് നിങ്ങളെ പോലെ. അപ്പം രൂപ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ഹാൻഡിൽ ചെയ്തു, ധനേഷാണ് ബാക്കിയെല്ലാം ഹാൻഡിൽ ചെയ്തത്. അവർ മൂവാറ്റുപുഴ ബേസ്ഡ് ആണ്. സ്റ്റുഡിയോ ഹോമോസേപ്പിയൻസ് എന്നാണ് അവരുടെ ആർക്കിടെക്ചറൽ ഫേമിൻ്റെ പേര്. അപ്പോൾ അവർ നമ്മൾ എന്താണോ നമ്മൾ എൻവിഷൻ ചെയ്തത് അവർ 3D കാണിച്ചത് അത് അതേപോലെ ഡെലിവർ ആയിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. 3D ഫോട്ടോ പല ആൾക്കാർ ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്ക് ആക്ച്വലി ഇതിന്റെ ആക്ച്വൽ ഫോട്ടോ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ അതിനകത്ത് എസ്പെഷ്യലി എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനേഷ് ആണെങ്കിലും ധനേഷിൻ്റെ എൻ്റെ അറിവ് ശരിയാണെങ്കിലും ഇതാണ് ഫസ്റ്റ് ഒരു കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ്. പുള്ളി വീടുകളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ പുള്ളിയെ ഒരാൾ സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ പുള്ളിയോട് സംസാരിച്ചപ്പോഴും പുള്ളി ഇത് ഒരു റെസ്റ്റോറൻറ്റ് ഒരു കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ആസ് ചെയ്തിട്ടില്ല. അപ്പം പക്ഷേ എനിക്ക് ഒരു പോയിന്റ് പോലും ഞങ്ങൾക്ക് അതിനകത്തൊരു ഡൗട്ടോ അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളും പുതിയ ആൾക്കാരാണ് ഈ ഒരു ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണ്ടിയിരുന്ന ഫ്രഷ് ഐഡിയാസാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് ആ ഒരു തോട്ടിനെ വളരെയധികം പുള്ളി അതിനകത്ത് കോംപ്ലിമെൻ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ എന്താണോ വിചാരിച്ച ഫ്രഷ് ഐഡിയാസ് വരണം, ഫ്രഷ് ഐഡിയാസ് ആണ് വന്നത്. അതായത് നമുക്കിപ്പോൾ ഈ ഒരു സാധനം വേറൊരു ഇതുമായിട്ട് കമ്പയർ ചെയ്യപ്പെടരുത് എന്നുള്ള ഒരു അറ്റ്ലീസ്റ്റ് ഫോർ ഷോർട്ട് പീരീഡ് എങ്കിലും എന്ന് ഒരിതുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഐഡിയാസാണ് ഐഡിയേറ്റ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് ഇതൊക്കെ എത്രത്തോളം എനിക്കറിയില്ല, ഞങ്ങളും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരു സീനിയർ ലെവൽ ആർക്കിടെക്ട്സിൻ്റെ അടുത്ത് ഇതൊക്കെ എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഭയങ്കര ഞങ്ങൾ അത്രയും ഗിവ് ആൻഡ് ടേക്ക് ചെയ്തിട്ട് ഒരു സ്റ്റോറി ലൈൻ, അതായത് ഈ പറയുന്ന 3D എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വന്ന് അവസാനം ഫൈനൽ പ്രോഡക്റ്റും കണ്ടപ്പോഴത്തേക്ക് വി ആർ വെരി മച്ച് ഹാപ്പി. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരാളെ കുറിച്ച് കൂടി ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, നമ്മുടെ ബിജു രമേശ് സാറിന്റെ മകളാണ്. അപ്പോൾ അച്ഛനോട് ഇത് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഈ പ്രോപ്പർട്ടിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കുകയായിരുന്നു. ഞാനും വന്നപ്പോൾ വിചാരിച്ചത് ഈ മരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് എന്നാണ്. പിന്നെയാണ് നിങ്ങൾ ഇതിനു വേണ്ടി ഇപ്പം ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നു അപ്പോൾ അച്ഛൻ്റെ ഇതെന്തായിരുന്നു ക്രിയേറ്റീവായിട്ടുള്ള നിങ്ങളുടെ ഐഡിയ? എങ്ങനെയാണ് അച്ഛൻ സമീപിച്ചത്? ഈ ഒരു പ്രോജക്റ്റ് സത്യം പറഞ്ഞ അച്ഛൻ നമ്മുടെ ഫ്രീഡത്തിൽ ചെയ്തോന്ന് പറഞ്ഞിട്ട് തന്നതാണ്. അപ്പോൾ ഇതിനകത്ത് അച്ഛൻ്റെ സപ്പോർട്ടും നമ്മൾ അച്ഛൻ്റെ ഗൈഡൻസും ഒക്കെ സീക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒട്ടുമിക്ക ഹോട്ടൽസും അച്ഛനാണ് അതെ തുടക്കം കുറിച്ചത്. അപ്പം അച്ഛൻ്റെ ഗൈഡൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നു. ശരി, ഇനി നമുക്ക് അറിയേണ്ടത് ഫുഡിനെ കുറിച്ചും കൂടിയാണ്. ഫുഡ് പ്രധാനപ്പെട്ട എലമെന്റ് അല്ലെന്ന് പറയുമ്പോഴും എലമെന്റ് ആണല്ലോ. ഒന്നും പ്രധാനമുള്ള പറയുന്നത്. ഇപ്പൊ ഇതിനകത്ത് നമ്മളതാ പറയുന്നത്, നമ്മളൊരു ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് എല്ലാം ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഫുഡ് മാത്രമല്ല എന്നാണ് വൺ ഓഫ് ദ
എലമെന്റ് ആണ് ഫുഡ് ഫുഡ് എന്ന് പറയുന്നത്. എല്ലാം ഈ 5 എലമെന്റ്സും കൂടെ ചേരുമ്പോഴാണ് ഭൂമി എന്ന് പറയുന്നത്. വൺ ഓഫ് എൻ എലമെന്റ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് സ്റ്റാഫിങ്. അതെല്ലാത്തിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡാണ്. ശരിക്കും ഒന്നും ആയിട്ടില്ല കേട്ടോ, നമ്മൾ പുറത്താണ് ഇരിക്കുന്നത്. നമുക്ക് അകത്തേക്കൊന്ന് പോയാലോ? ഓക്കെ. വിശാലമായ ഷോറൂം എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പ്രൈവസി പറ്റുന്ന, ഫാമിലി ആയിട്ട് വന്നാൽ പ്രൈവസി പറ്റുന്ന ഒരിടം കൂടിയാണ് ഭൂമി. പറയാമോ എങ്ങനെ ഇതിൻ്റെ ഒരു നിങ്ങളുടെ ഈ സീറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഒക്കെ? ഇത് നോക്കൂ, നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. ഞാൻ വരും, നമുക്ക് ഇവിടെ നിൽക്കാം. ഇതുണ്ട്, ഇതൊക്കെ ഒറിജിനൽ പാറയാണ്. അതൊക്കെ അങ്ങനെ കൊണ്ടുവന്നൊരു ടേബിളിൻ്റെ ഇതിലേക്ക് കൊണ്ടുവന്നു. ശരിക്കും ഇവിടെ കയറി കഴിയുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം ഫീൽ ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ? നേരത്തെ ഒന്ന് പറഞ്ഞെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു? ഇത് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കൊണ്ടുവന്നതാണ്. ഇതിവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നത് ഒരു ടാസ്ക് ആയിരുന്നു. കാരണം ഒറ്റക്കല്ലൊക്കെയാണ്. അത് എത്ര ആൾക്കാർ പിടിച്ചിട്ടാണ് ഇത് പൊങ്ങിയത്? നമ്മൾ ആക്ച്വലി 3 to 4 ടൺസ് ഒക്കെ ഈസിലി കാണാവുന്ന ഒരു സാധനം. അപ്പോൾ ഇതിനകത്ത് ഇത് കൊണ്ടുവന്ന് കയറ്റുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. പക്ഷേ ആർക്കിടെക്ട് വരച്ചൊരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു കല്ല് തപ്പി നമ്മൾ പല സ്ഥലത്തായിട്ട് നടന്ന് അത് കണ്ടെത്തുകയായിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പ് കണ്ടപ്പോഴത്തേക്ക് ബേസിക്കലി ഒരു പൊട്ടറ്റോ ഒക്കെ പോലെ തോന്നുന്നു. നല്ല രസമായിട്ട് ഇൻട്രസ്റ്റിംഗ് ഒരു കല്ല് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ അത് ഉറപ്പിച്ചതാണ്. അപ്പം ഹാൻഡ് പിക്ക് ചെയ്ത സാധനമാണ്. അതിനാണ് ബേസിക്കലി കൂടുതലായിട്ട് നമുക്ക് ടൈം എടുത്തത്. അതിൻ്റെ ആ ഒരു ഹാൻഡ് പിക്ക് ചെയ്ത് എടുക്കാനോ അതിവിടെ എത്തിക്കാനോ ആയിട്ടുള്ളതാണ് കൂടുതൽ ടൈം എടുത്ത സാധനം. പിന്നെ ഡെഫിനറ്റ്ലി നേരത്തെ പറഞ്ഞ പോലത്തെ ആ ഒരു ലേബർ ചെയ്തെടുക്കുക എന്നുള്ള ഒരു സാധനം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇപ്പോൾ നമ്മൾ ഫ്ലോറിംഗ് ആണെങ്കിലും അങ്ങ് അറ്റം വരെയും ഒരു സെയിം കൈൻഡ് ഓഫ് ഫ്ലോറിംഗ് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് പുറത്തിരിക്കുന്നവർക്കും അകത്തിരിക്കുന്നവർക്കും ഒരു സിമിലർ ഫീൽ കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ അകത്തിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും അതിനകത്ത് ഒരു പുറത്ത് ഒരു ലോണിലിരിക്കുന്ന ഫീലിംഗ് അകത്തും കിട്ടുക എന്നുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഒരു ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതും വേണമെങ്കിൽ കവറപ്പ് ചെയ്യാതെ ഓപ്പൺ എയർ ആക്കുമായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് ഒട്ടും പ്രഡിക്റ്റബിൾ ആവാത്തത് കൊണ്ട്, മഴ, ചൂട്, അതെ, അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കവർ ചെയ്തു. അത് നമ്മൾ അതേപടി തന്നെ ഓപ്പൺ ആക്കി വെച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ വേണമെന്നുള്ളവർക്ക് പുറത്തിരിക്കാം, അല്ലാത്തവർക്ക് അകത്തേക്ക് വരാം. നിങ്ങൾ തമ്മിലുള്ള ഒരു, ഞാൻ ചോദിക്കട്ടെ, കെമിസ്ട്രി അത് വർക്കൗട്ട് ആയി എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. എങ്കിലും ഇങ്ങനൊരു ഒരു ഡ്രീം പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ റിസർച്ച് ടൈമിലൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലുകൾ ഉണ്ടായിട്ടുള്ളൂ? അതോ എല്ലാം പറയുമ്പോഴും ഇല്ല, ഒപ്പീനിയൻസ് രണ്ടുപേർക്കും രണ്ടാണ്. അത് ഒരു പേജിൽ എത്താനായിട്ട് കുറെ ആർഗ്യുമെന്റ്സും എല്ലാം കഴിഞ്ഞാണ് നമ്മളിവിടെ എത്തിയത്. അത് ഏത് ഘട്ടത്തിലായിരുന്നു? അല്ല, അത് എല്ലാ ഘട്ടങ്ങളിലും ഇത് വന്നപ്പോഴത്തേക്ക് ഒരു ഡെഫിനറ്റ്ലി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേർക്കും ഒരേ അഭിപ്രായം എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ട് ഉണ്ടായതും. അപ്പോൾ മേ ബി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ തെറ്റായിരിക്കാം, അത് രേഷ്മയായിരിക്കും കറക്റ്റ് ചെയ്യുന്നത്, രേഷ്മ പറയുന്നത് തെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ കൂടെ പോയതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. അതിനകത്ത് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 8 years ആയി. പക്ഷേ കഴിഞ്ഞ 2 yearsലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഭൂമിക്ക് വേണ്ടിയിട്ട്. അതെ, ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മോനാണ്, 5 വയസ്സായി. ഇത് ഇളയ കുഞ്ഞാണെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഒരു ഡിഫിക്കൽട്ട് ഒരു പ്രഗ്നൻസി പീരീഡും അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് പ്രഗ്നൻസിയും ഒക്കെ ശരിക്കും ആ സെയിം ഇതിൽ കൂടെ തന്നെയാണ്, അതുപോലെ തന്നെയാണ് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര മാസം? ഒക്ടോബർ മിഡിലാണ് തുടങ്ങിയേക്കുന്നത്. നമ്മളൊരു സോഫ്റ്റ് ലോഞ്ച് കോൺസെപ്റ്റിലാണ് തുടങ്ങിയത്. ബിക്കോസ് നമ്മളിവിടെ ഫുഡ് നമ്മൾ ആണെങ്കിലും ഒരിച്ചിരി എക്സ്പീരിയൻഷ്യൽ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ സീറ്റ്സിൻ്റെ കാര്യം ചോദിച്ചത്, സീറ്റ്സ് ഇപ്പോൾ ആക്ച്വലി നമുക്ക് ശരിക്കും പറഞ്ഞാൽ 200+ സീറ്റ്സ് ഇടാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ഒരു 120 ഒക്കെ ഇട്ടിട്ടുള്ളൂ. അത് മതി എന്നുള്ള, ബിക്കോസ് ആൾക്കാർക്ക് വരുന്നവർക്ക് ഈ പറയുന്ന പോലെ ഒരു വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിനെക്കാട്ടിൽ കൂടുതൽ ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സാധനം കിട്ടി, ആ ഒരു എക്സ്പീരിയൻസിനെ ഇത് ചെയ്യുമെന്ന് തോന്നിയിട്ടാണ്. ഡെഫിനറ്റ്ലി. ഇറ്റ്സ് ഒരു ഗ്രാമമാണ് അവിടെ ഈ പറയുന്ന കല്ലിൻ്റെ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നത് ഇതല്ല.
ഈ കളറിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? നമ്മൾ ഇതെല്ലാം ഭൂമിയുടെ ഒരു കളേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ച് കളേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന എലമെന്റ്സ് വെച്ച് ഏറ്റവും നേരത്തെ പറഞ്ഞല്ലോ Today, the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയർന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying still is not an option. ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൽ ലോകം ചുറ്റാൻ പറ്റും. മേ ബി പോസിബിൾ ഇൻ ഫ്യൂച്ചർ. ഇതിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ ഇലോൺ മസ്ക് ഒന്നാമത് നമ്മൾ ബുക്കിംഗ് അല്ലാതെ ഒരു ഇതിൽ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുമെന്നുള്ളൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബുക്കിംഗ് വെച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പുറത്തൊക്കെ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ് ട്രിവാൻഡ്രത്ത് അങ്ങനെ ഒരു കൾച്ചർ ഇല്ല, ബുക്കിംഗ് എടുത്ത് വരിക എന്നുള്ള രീതിയിൽ. അപ്പോൾ ബേസിക്കലി എല്ലാവരും ഇവിടെ വരികയാണ്, കുറേ ദൂരത്തുനിന്ന് വരിക. എനിക്ക് വളരെ വിഷമമുണ്ട് അവരെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ വിളിക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇവിടെ ഇരിക്കുന്നവരുടെ അടുത്ത് എപ്പോൾ പോവും, അതൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് ചില സമയത്ത് ആദ്യമൊക്കെ കുറേ ടേൺ ഡൗൺ ചെയ്യുന്ന തോന്നും. ഇപ്പോൾ കുറേ ഒന്നും അതൊന്ന് ബാലൻസ് ചെയ്ത് വരും. ഇപ്പോൾ ആ ഒരു കൾച്ചർ ഡെവലപ്പ് ആയി എന്നുള്ളത്. ഇപ്പം എല്ലാവരും കൂടുതലും ബുക്കിംഗ് എടുത്ത് വരുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം സോഫ്റ്റ് ലോഞ്ച് ഫേസ് ആയിട്ട് നമ്മൾ ലിമിറ്റഡ് സ്റ്റാഫിങ്ങിലാണ് തുടങ്ങിയത്. നമുക്കൊന്ന് തുടങ്ങി ആൾക്കാരുടെ റെസ്പോൺസ് നോക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ലിമിറ്റഡ് സ്റ്റാഫിങ്, ലിമിറ്റഡ് സീറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ റിസർവേഷൻ ഒൺലി ബേസിസിൽ തുടങ്ങിയത് തന്നെ. കാരണം പുറത്തില്ലായിരുന്നു, പുറത്ത് നമ്മൾ ഡൈനിങ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ പതുക്കെ രാത്രിയിൽ കൊടുത്തു തുടങ്ങി. ഇപ്പോൾ ഉച്ചയ്ക്കില്ല, രാത്രിയിൽ വേറൊരു ലൈറ്റിങ്ങും. എനിക്ക് തോന്നുന്നു ആ ലൈറ്റിങ്ങും കൂടി വരുമ്പോഴാണ് അത് ഫുള്ളായിട്ട്. അപ്പം മൊത്തം നേരത്തെ പറയുമല്ലോ, ഒരു സിനിമ കാണുമ്പോൾ മൊത്തം ഞങ്ങൾ കാണിക്കാതെ നിങ്ങൾ വന്ന് കാണുക എന്നുള്ളതാണ്. വേറെ ഒന്ന് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, ഈ നോർമലി കാശ് മുടക്കുന്നവര് കുറച്ച് നമ്മൾ മാർക്കറ്റിംഗ് വൈസ് പറയുവാണെങ്കിൽ കാശ് മുടക്കുന്നവര് പറ്റുന്നിടത്തെല്ലാം എഴുതി വയ്ക്കും ഭൂമി ഭൂമി ഭൂമി. ഇവിടെ ആകെ ഞാൻ കണ്ടത് പുറത്ത് മാത്രം. അതെന്താണ് അതിന്റെ ഒരു രഹസ്യം? അല്ല, ഈ പറഞ്ഞത് ഇതും നമ്മുടെ ഒരു പോയിന്റ് ഓഫ് ഡിബേറ്റ് ആയിരുന്നു. അപ്പം ആൾക്കാർക്ക് വന്ന് ഫോട്ടോ എടുക്കണ്ടേ, അപ്പോൾ ഫോട്ടോ പോയിന്റ് വേണ്ടേ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നപ്പോഴും നമ്മൾ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന ആൾക്കാർ എന്തായാലും ഫോട്ടോ എടുക്കും. അവർക്ക് ഫോട്ടോ പോയിന്റ് നമ്മളായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാ സ്പേസും ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ആംഗിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഭൂമി എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ആൾക്കാർ എന്തായാലും ഇവിടെ വന്ന ക്യാമറ അറിയാതെ എടുത്തു പോകും. ഞാനത് വിചാരിക്കായിരുന്നു. വെളിയിലൊരു വലിയ മിറർ ഉണ്ട്, നമ്മൾ കയറി വരുമ്പോ നമ്മൾ എന്താണ്, നമ്മൾ ആരാണെന്നൊക്കെ നമുക്കൊരു ബോധ്യം ഉണ്ടാകുന്ന. ഇതിനകത്ത് ഏതൊരു പോയിന്റിൽ നിന്ന് ഫോട്ടോ എടുത്താലും നമുക്ക് ഇത് ആണെന്ന് ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഈ സ്പേസ് ആണെന്ന് ആൾക്കാർ അത് വെക്കാതെ. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിച്ചതും അത് വർക്ക് ആവുകയും ചെയ്തു. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ ഇപ്പൊ ബാംഗ്ലൂരിലേക്ക് കാണുന്ന പോലെ ഡ്രസ്സപ്പ് ചെയ്തൊക്കെ വരാനായിട്ട് ആ ഒരു കമന്റ് എന്നെ ഭയങ്കരമായിട്ട്, അതായത് ഞങ്ങൾക്ക് വരാനൊരു സ്ഥലമുണ്ട്, ഞങ്ങൾ പല സാധനവും ഞങ്ങളുടെ ക്ലോസറ്റിൽ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇടാൻ പറ്റാത്ത ഡ്രസ്സസ് ഉണ്ട്, അത് ഞങ്ങൾക്ക് ബാംഗ്ലൂർ പോകുമ്പോൾ വേണം, അങ്ങനെ വേണം, അങ്ങനെയുള്ള ഡ്രസ്സസ് ഒക്കെ ഇട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് എന്നുള്ള ഒരു കമന്റും നമ്മുടെ പറയുന്നത്. തിരുവനന്തപുരത്ത് അങ്ങനെ ഉയർത്തിയ രണ്ടുപേരും കൂടിയാണ്. പ്ലേറ്റ് ഒക്കെ നോക്കും, പ്ലേറ്റിന് വരെ ഉണ്ട് നമുക്ക് സ്പെഷ്യാലിറ്റി. നമുക്ക് ഫുഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല കേട്ടോ. നമ്മള് ഫുഡിനെ കുറിച്ച് എല്ലാം സംസാരിക്കുന്നത് നമ്മുടെ ആ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പ്ലേറ്റ്സും കളേഴ്സും എല്ലാം ആണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പം അതിനകത്ത് ബേസിക്കലി പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഈ ബോട്ടിൽ നമ്മളിതാണെങ്കിൽ ഒരു ഡീടോക്സിഫൈ ചെയ്യുന്ന വാട്ടറാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ അത് കുറച്ച് അതിനകത്ത് കുക്കുംബർ, ലൈം അതെല്ലാം വെച്ചിട്ട് അപ്പോൾ അത് ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മുടെ ഈ റിസർച്ചിൽ വന്നപ്പോൾ ഫുഡിനെ കുറിച്ച് ഇവിടെ ട്രിവാൻഡ്രം ആളുകൾ കുറച്ച് ഫുഡിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയുന്നവരാണ്. റേറ്റും കാര്യങ്ങളും എല്ലാം അതൊക്കെ എങ്ങനെയായിരുന്നു റിസർച്ച് ടൈമിൽ വന്നത്? റിസർച്ച് ടൈമിൽ നമ്മൾ കൂടുതൽ ഓവർ പ്രൈസ് ചെയ്ത് വെക്കരുതെന്നുള്ളതായിരുന്നു. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൈസിങ്ങിലാണ് നമ്മളത് വെച്ചേക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഒരു ടു മച്ച് പ്രൈസി എന്ന ആൾക്കാർ പറയുന്നില്ല. പക്ഷെ ചില കാറ്റഗറി ഓഫ് ആൾക്കാർ പറയുന്നുണ്ട് അത് പ്രൈസി ആണെന്ന്. ഡെഫിനറ്റ്ലി നമ്മൾ കൺസൾട്ടന്റിനെ കൊണ്ടുവന്ന് ഇവിടുത്തെ ബെസ്റ്റ് കിച്ചൺ ആണ്. നമ്മുടെ പ്രോപ്പർട്ടീസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കിച്ചണിൽ ഹെവിലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കിച്ചണിൽ പോയി സംസാരിക്കാം, പറയാം. കിച്ചണിലേക്ക് എത്തിയാൽ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നിന്ന് തന്നെ
സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള ഫുഡുകൾ കൊടുക്കണം എന്ന് നമ്മൾ ഡെഫിനറ്റ്ലി ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ നിർബന്ധമായിരുന്നു. നമ്മുടെ മറ്റു പ്രോപ്പർട്ടീസിൽ ഇല്ലാത്ത രീതിയിൽ തന്നെ ഇവിടെ ഫുഡ് വേണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൺസൾട്ടൻറ്റിനെ വെച്ചിട്ട് നമ്മളൊരു ഗ്ലോബൽ ഹൈബ്രിഡ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് അറൗണ്ട് ദ ഗ്ലോബ്, അറൗണ്ട് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ബാക്കിയുള്ള സ്റ്റേറ്റ്സിലും അറൗണ്ട് ദ കൺട്രി കിട്ടുന്ന ക്യുസീൻ, പക്ഷേ ഒരു ഇന്ത്യൻ പാലറ്റിന് മാച്ച് ചെയ്യുന്ന ഒരു ട്വീക്കോട് കൂടെ ഇവിടെ പ്രസൻറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിച്ചത്. നന്ദു, അതിൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? കാരണം റെസ്റ്റോ ബാർ എന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുക ഫുഡ് എങ്ങനെയുണ്ട് എന്നായിരിക്കും അല്ലേ? റെസ്പോൺസ് എങ്ങനെയുണ്ട്? അത് ബേസിക്കലി ഇപ്പോൾ ആൾക്കാർ ഈ പറയുന്നത് റിസർവേഷൻ സിസ്റ്റം ആദ്യം ആൾക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ ചില ആൾക്കാർ വന്നിട്ട് മീൽസ് ഇല്ലേ, പിന്നെ നമുക്ക് ബിരിയാണി ഇല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ അത് ആദ്യമേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം നമ്മൾ തന്നെ അറൗണ്ട് ദ ഗ്ലോബ് ഉള്ള സാധനങ്ങൾ സിമിലർ ടു ബിരിയാണി അല്ലെങ്കിൽ മീൽസോ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ മെനുവിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ആൾക്കാർ അതിലോട്ട് വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മളാണെങ്കിൽ ഇപ്പോൾ ഒരു സോഫ്റ്റ് ലോഞ്ച് ബേസിൽ ആളുകൾ ഇപ്പോഴും പ്യുവർ ആണോ ചോദിക്കുന്നത്? ചോദിക്കുന്നവരുണ്ട്. അപ്പം അതിന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡിഫറെന്റ് ടേസ്റ്റ് വരുന്ന പല ഡിഷസ് വേറെ ഉണ്ട്. അപ്പം നമ്മളിപ്പം നമ്മുടെ നാടൻ ഡിഷസ് തന്നെ നമ്മൾ ഇപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഡിഷ് എന്ന് പറയുന്നത് സ്ക്വിഡ് പീരയാണ്. അതായത് വട്ടയപ്പം, നമ്മുടെ നാടൻ വട്ടയപ്പത്തിനകത്ത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നമ്മൾ വീട്ടിൽ കഴിച്ചുകൊണ്ടിരുന്ന മറ്റേ പീര പറ്റിച്ചിട്ടുള്ള സ്ക്വിഡ്, മറ്റേ കൂന്തൽ തോരൻ എന്ന് പറയുന്നതും വട്ടയപ്പത്തിന്റെ മുകളിൽ സെർവ് ചെയ്തേക്കുന്ന. അപ്പൊ അത് ആക്ച്വലി ഒരു ഗ്ലോബൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ ഡിഷും പാർട്ട് ഓഫ് ഗ്ലോബൽ ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ഒരു ഇന്നോവേറ്റീവ് സാധനമാണ്. സുഷി പോലെ തോന്നുന്ന രീതിയിലാണ് അതിന്റെ പ്രസന്റേഷൻ. അപ്പൊ അങ്ങനെയുള്ളതുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോ ഈ നമ്മുടെ തനി നാടനായിട്ടുള്ള ഇപ്പൊ കലക്കി എന്നൊക്കെ പറഞ്ഞ തമിഴ്നാട്ടിലുള്ള ഡിഷസിനകത്തുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ സ്റ്റീക്കും മാഷും ഹാമും ചീസും അതെല്ലാം ഒരു വലിയൊരു എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻക്ലൂസീവ് മെനു ആണ്. അപ്പോൾ ആൾക്കാർക്ക് ചൂസ് ചെയ്യാനായിട്ട് ഉണ്ട്. ദ തിങ് ഈസ്, ആൾക്കാർക്ക് പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് മീൽസ് വേണം എന്ന് പറയുന്ന ആൾക്കാർക്ക് വാശിയുള്ള ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ്, നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ആയിരിക്കില്ല നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്ത് വരുന്നവർക്ക് ചിലപ്പം ഇവിടുത്തെ ഫ്രൈഡ് റൈസ് അത് മാച്ച് ആവുന്നില്ല, അവരുടെ ഒരു എക്സ്പെക്ടേഷൻ ഉള്ളതായിരിക്കും. അപ്പോൾ അത് നമ്മളും ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടിരിക്കുവാണ്. നമ്മളതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുവാണ്. നമ്മൾ 3 months കഴിഞ്ഞു, മെനു ഒരു റീവാമ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഡിസംബറിലും ഹോളിഡേ മെനു നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഫീഡ്ബാക്ക് എടുത്ത് അക്കോർഡിംഗ്ലി നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക് എന്താ വേണ്ടതെന്ന്. കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ ഹോളിഡേ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നമ്മൾ എന്ത് ചെയ്യാമെന്നുള്ള രീതിയിൽ വെച്ചപ്പോൾ നമ്മളൊരു ഹോളിഡേ മാർക്കറ്റ് പോലെ, അതായത് കേരളത്തിൽ തന്നെ ഉള്ള അത്യാവശ്യം നല്ല ബ്രാൻഡുകളെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ വെളിയിലൊരു ഹോളിഡേ മാർക്കറ്റ് പോലെ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെയും നമ്മുടെ ഈ സ്പേസ് ഞാൻ പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്. ആൾക്കാർക്ക് വന്ന് രാവിലെ വന്നിട്ട് വൈകിട്ട് പോയ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ ബിൽഡിങ്ങും ഒരു ഇതിൻ്റെ കൂട്ടി നടക്കാൻ മോർ ആൻഡ് മോർ പരിപാടികൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ്. ഞാൻ ആദ്യം വന്നപ്പോൾ ഇവരോടൊരു നന്ദി പറഞ്ഞത്. എന്തായാലും നമുക്ക് കിച്ചന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, നമുക്ക് പുറത്തേക്ക് പോകാം. ഓരോ കോണിലും പ്രത്യേകതകളുണ്ട്. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ അത് നിങ്ങളോട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ശരിക്കും എനിക്ക് അറിയില്ല. കാരണം നമ്മുടെ ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഷേപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ വന്നിന്ന് ഓർഡർ എടുക്കുന്ന ആളിന് അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളിന് കൃത്യമായിട്ട് നമുക്കിവിടെ കേൾക്കാൻ പറ്റും. ഒരു സ്പീക്കർ അല്ലെങ്കിൽ ഹെഡ്ഫോൺ വെച്ച പോലെ എനിക്കത് അനുഭവിക്കാൻ വരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് ഇവിടെ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. എങ്ങനെയായിരുന്നു ആ ഒരു ഇത് പറഞ്ഞു കൊടുത്തതാണോ അതോ അവർ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്തതാണോ? ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മൾ ആലോചിച്ച് ഇങ്ങനെ ഒരു ചാൻസ് നമ്മൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് വരാൻ. നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഇപ്പൊ ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ വന്ന് ഓർഡർ എടുക്കുന്ന ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു കൺസേൺസ് ഉണ്ടായിരുന്നു. അതെ, കംഫർട്ടബിൾ ആണോ എന്നൊക്കെയുള്ള. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഒരു ഷേപ്പ് വെച്ചപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കി, ഒരെണ്ണം ചെയ്ത് നോക്കി, സക്സസ്ഫുൾ സെയിം റെപ്ലിക്കേറ്റ് ചെയ്തു. ശരിക്കും നന്ദു തന്നെ പരിചയപ്പെടുത്തുമ്പോൾ അവിടെ ഒന്ന് സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തോ സ്പീക്കർ വെച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് കേൾക്കുന്നത്. പക്ഷെ ഒന്നുമില്ല,
അങ്ങനത്തെ എന്തെങ്കിലും രഹസ്യങ്ങൾ വേറെ ഉണ്ടോ? മറ്റൊന്ന് പറഞ്ഞത് ഇവിടുത്തെ സോഴ്സസ് അറിയാൻ പറ്റില്ല എന്നല്ല, ലൈറ്റിന്റെ ഒക്കെ ഡിസൈൻ ചെയ്ത പുള്ളിയുടെ ഒരു ഇതാണ് ക്യാരക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ്സിന്റെ സോഴ്സ് എവിടെന്നാന്ന് അറിയില്ല, സ്പീക്കേഴ്സ് വെളിയിൽ കാണരുത്, എന്തുണ്ടെങ്കിലും അങ്ങനത്തെ എക്സ്റ്റീരിയർ സാധനങ്ങളെല്ലാം വരുന്ന ഹൈഡ് ചെയ്ത് വെക്കണം എന്നുള്ള, അത് ഒരു വയറ് പോലും വെളിയിൽ കാണരുത്. നിഗൂഢതകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് കാരണം ഇത് ഭയങ്കര ഒരു മിനിമൽ കോൺസെപ്റ്റ് ആയതുകൊണ്ട് ഇവിടെ എന്ത് വന്നാലും അതിങ്ങനെ മുഴച്ചു നിൽക്കുന്ന ഒരു കാര്യമുള്ളത് കൊണ്ട് അങ്ങനെയുള്ളതൊക്കെ കൺസീൽ ചെയ്താണ് ഡിസൈൻ ചെയ്തത്. ശരിയാണ്. ഒരു ഞാൻ പറയട്ടെ, മൊത്തത്തിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു ബഹളം ഇല്ല ഡിസൈനിലായാലും, മൊത്തത്തിൽ ഒരു ബഹളമില്ലാത്തൊരു ഡിസൈൻ, സിമ്പിൾ ആണ് ഭയങ്കര. നമുക്ക് ഭയങ്കര കയറി വന്നപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞ പീസ്ഫുൾ ആണ്. പറയാൻ വന്നിട്ടുണ്ടെന്നും അല്ല, ഞാൻ പറഞ്ഞ ആ ഒരു ആർച്ചിനകത്ത് ഇപ്പൊ കാണുന്ന ലൈറ്റ് കാണുന്നത് സൺലൈറ്റാ. ശരിക്കും അവിടെ മറ്റേ ലൈറ്റ് വെൽ ഇട്ടിട്ടുണ്ട് സൺലൈറ്റ്. പക്ഷെ രാത്രി വന്നു കഴിഞ്ഞാൽ അതേ ലൈറ്റ്, അതായത് ഇപ്പൊ എന്താണോ നാച്ചുറൽ ലൈറ്റ് അത് കാണുന്ന രീതിയിലുള്ള ലൈറ്റിംഗ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. അത് ലൈറ്റ്, ആ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഇതേ ഫീല് കിട്ടുന്ന. അതായത് ഇവിടെ രണ്ട് സമയത്ത് വന്ന രണ്ട് രീതിയിലാണ് ഭൂമിയെ കാണാൻ പറ്റുക അല്ലെ. ഇപ്പൊ വരുന്ന ഈ ഡേ ലൈറ്റ് ആയിരിക്കില്ല, വൈകുന്നേരം വരുമ്പോൾ വേറെ തന്നെ ഒരു ആംബിയൻസ് ആയിരിക്കും. ഓരോ വശവും നിങ്ങളെ കാണിക്കണമെങ്കിൽ സത്യം പറഞ്ഞത് 1 മണിക്കൂറിലൊന്നും നിൽക്കില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും എനിക്ക് പറ്റുന്ന മാക്സിമം ഞാൻ നിങ്ങളിലേക്ക് നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നത് സ്റ്റാഫ് സെലക്ഷൻ ഒക്കെ പ്രധാനപ്പെട്ടതാണല്ലോ. എങ്ങനെയായിരുന്നു അതിന്റെ കാര്യത്തിലൊക്കെ കണിശതയൊക്കെ ഉണ്ടായിരുന്നോ? സ്റ്റാഫ് നമുക്ക് ഒരു വലിയ പ്രോസസ്സാണ്, ഇപ്പോഴുമാണ് നമുക്ക് എന്താണെന്നറിയാം, നിങ്ങളിപ്പോ ഇത്രയും ആംബിയൻസ് സെറ്റ് ചെയ്ത് ഒരാളുടെ ഒരു സമീപനം മതി നമുക്ക് അന്നത്തെ ഡേ പോവാൻ അല്ലെ. ഇവിടെ കാര്യമാണ്. അപ്പൊ അതെങ്ങനെയായിരുന്നു, അതിനെ കുറിച്ച് നമ്മൾ ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ സ്റ്റാർട്ട് നമുക്ക് ഈ ആർക്കിടെക്ചർ എങ്ങനെയായിരിക്കണം, 3D എങ്ങനെയായിരിക്കണം എന്നുള്ളത് പോലെ തന്നെ ഒരു വിഷൻ ഉണ്ടായിരുന്നതാണ്. ഫുഡ് എങ്ങനെ വരണം, എങ്ങനെ നമ്മുടെ സ്റ്റാഫിങ് എങ്ങനെ വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കണിശതയോടുകൂടി എടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിപ്പോൾ ഈ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ് എങ്കിൽ പോലും ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സസ് ആർ വെരി 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 ലിമിറ്റഡ്. അതിനകത്ത് പ്രത്യേകിച്ച് പറയുമ്പോൾ അത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കൊച്ചി വരെ വരാനൊക്കെ റെഡിയാണ്. ഇപ്പം നമ്മുടെ ലോക്കൽ റിസോഴ്സസ് വളരെ കുറവാണ്. പുറത്തുനിന്ന് വരുന്നവരാണെങ്കിലും കൊച്ചി വരെ വരാനൊക്കെ റെഡിയാണ്. ട്രിവാൻഡ്രത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് വരുന്നവർ വളരെ കുറവ്. അപ്പം നമുക്ക് ഉള്ള അവൈലബിൾ ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ, അപ്പോൾ ലൂസേഴ്സ് കൺ ബി ചൂസേഴ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥയാണ് നമുക്ക്. ബട്ട് ഈ ഒരു കൾച്ചർ നമ്മൾ മാറി വരുന്നു എന്നുള്ള രീതിയിൽ ഇനിയും ആൾക്കാർ വരുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ഇപ്പം ആക്ച്വലി ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് റിയലൈസ് ചെയ്ത് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട്. ഈവൻ ഹോസ്പിറ്റാലിറ്റിയിൽ തന്നെ എത്ര ബ്രാൻഡ്സ് ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ അത്രയും ഡിമാൻഡായി, പക്ഷേ ഇപ്പോഴും അവൈലബിലിറ്റി ലിമിറ്റഡ് ആണ്, റിസോഴ്സസ് ലിമിറ്റഡ് ആണ് എന്നുള്ളൊരു പ്രശ്നം. 2 years മുമ്പ് നമ്മൾ ഈ ഒരു ഐഡിയ പറഞ്ഞപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞത് എന്തിനു നമ്മൾ തിരുവനന്തപുരത്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പം നമുക്ക് വി വോണ്ട് ടു ഡു ഇൻ അവർ ഹോം ടൗൺ എന്നുള്ളത് നിർബന്ധമായിരുന്നു. അപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പീപ്പിൾ അത് റിസീവ് ചെയ്യുന്നുണ്ട്, അതിനകത്തോട്ട് വരുന്നത്. അതുപോലെ തന്നെ സ്റ്റാഫിംഗും വിചാരിച്ച രീതിയിൽ തന്നെ ട്രിവാൻഡ്രത്ത് ഇനി ആൾക്കാരെ കൊണ്ടുപോകാൻ ഒരു സ്ഥലമായി എന്ന് പറയുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ വാലിഡേഷൻ. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇപ്പോൾ സ്റ്റാഫിങ്ങിലുള്ള ആൾക്കാരുടെ മെന്റാലിറ്റി നമ്മൾ മാറി വരും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഫോർ ദ കറണ്ട് സിനാരിയോയിൽ നമ്മൾ ആ ഒരു ഇത് സ്ട്രഗ്ലിംഗ് ആണ്. ബിക്കോസ് നമ്മൾ രശ്മിയുടെ ഫാദർ ഹാസ് എ കോളേജ് വേർ ഈസ് ഈ പറയുന്ന പോലെ ട്രെയിൻ ചെയ്യുന്ന, അതായത് BHMCT 4 year പ്രോഗ്രാം ചെയ്യുന്ന ഒരു കോളേജുണ്ട്. അതുണ്ടായിട്ട് പോലും പീപ്പിൾ അതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെൻസ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ എല്ലാവരും അവിടെയുള്ള 90-95% പുറത്തോട്ട് US-ലോട്ടും കാനഡയിലോട്ടും ഒക്കെ ഷിപ്പിലേക്ക്, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വലിയ 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 ഓപ്പർച്യൂണിറ്റീസ് ഉള്ളപ്പോഴത്തേക്ക് അവർ വരുന്നില്ല. അതിനകത്ത് നല്ലൊരു എമൗണ്ട് സ്കോളർഷിപ്പിൽ, അതായത് ഫ്രീ ഓഫ് കോസ്റ്റ് പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് കൂടുതലായിട്ട് ആൾക്കാർ വരണം എന്നുള്ള രീതിയിൽ രശ്മിൻ്റെ ഫാദറിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണത്. പക്ഷേ എന്നിരുന്നാൽ പോലും ആൾക്കാർ വരുന്നവർ വളരെ ഈ ഒരു പ്രൊഫഷൻ എടുക്കുന്നവർ വളരെ കുറവാണ്. അതിന് ആക്ച്വലി കുറച്ചുകൂടെ അവയർനെസ് വേണം. യങ്സ്റ്റേഴ്സ് പുറത്തോട്ട് പോകുന്നത് എന്തുകൊണ്ട് വലിയൊരു ചോദ്യമുണ്ട്. പക്ഷെ അത് ഇവിടെ ഇരുന്ന് പറയുന്നില്ല, കാരണം ഇതല്ല ഇനിയുണ്ട് ഫ്രെയിം സിസ്റ്റം പോലെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ഭൂമിയുടെ റെസ്റ്റ് റൂമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് റെസ്റ്റ് റൂമിൽ വന്നത്? ഇവിടെ കാണാനുണ്ട് ഒരുപാട്. അതുകൊണ്ട് ഇത് കണ്ടോ, ഒറ്റ കല്ലിൽ തീർത്തതെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുകൊണ്ട് റെസ്റ്റ് റൂമിലും ഇവിടെ ഒറ്റക്കല്ലിലാണ് ഇതൊക്കെ തീർത്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് എങ്ങോട്ട് തിരിച്ചാലും ഫ്രെയിം അല്ലെങ്കിൽ എങ്ങോട്ട് ചോദിച്ചാലും കുറെ ചോദ്യങ്ങളുള്ള സ്ഥലമാണ് ഭൂമി എന്ന് പറയുന്നത്. ഇത് എങ്ങനെയായിരുന്നു റെസ്റ്റ് റൂമും ഹാൻഡ് പിക്ക് ചെയ്ത കുറെ? അതെ അതെ അതെ, അതും ഈ നമുക്കൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ സ്റ്റോണിൽ തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു കല്ല് അതും ഈ പറയുന്ന പോലെ നോക്കി സൂക്ഷിച്ചെടുത്ത്, എന്നിട്ട് അതിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് ഇത് കാവ് ചെയ്ത് അതിനകത്തൊരു 3 ഹോൾ ഇട്ട് അത് ചെയ്തെടുത്തതാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 5 tons
ഭാരം ഉണ്ടാവും ഈ ഒരു കല്ലിന്. എന്നിട്ട് ആ മിറർ ആണെങ്കിലും നമ്മളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിങ്, അതായത് ഫ്ലോട്ടിംഗ് ആയിട്ട് തോന്നണം, എയറിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യണം മിറർ എന്നുള്ള ഒരു. ശരിയാണ്, ആ മിററിന്റെ പ്രത്യേകതകൾ ഓരോന്നിനും ഓരോ പ്രത്യേകത. ചുമ്മാതാണ് രാവിലെ വന്നിട്ട് വൈകിട്ട് പോയി ആളുകൾ കാരണം കണ്ടു കഴിയാൻ തന്നെ സമയം എടുക്കും എന്നുള്ളതാണ്. ആൾക്കാർ ഈ പറയുന്ന പോലെ കോർണേഴ്സ് എന്ന് പറയുമ്പോൾ ബാത്റൂമിൽ വന്നിട്ടും ആൾക്കാർ ഫോട്ടോസ് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്നുണ്ട്. അത് വേറെ എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു എഫേർട്ട് എടുത്തതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സെലിബ്രിറ്റീസ് ഒക്കെ വരുന്നുണ്ട്, എങ്ങനെയാണ്? സെലിബ്രിറ്റീസ് വരുന്നുണ്ട്. ഇനിഷ്യലി തന്നെ പലരെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ആക്ച്വലി വന്നു നടന്ന സമയത്ത് ഒരുപാട് പേര് വന്നിരുന്നു. അപ്പം നമ്മുടെ ഫസ്റ്റ് ന്യൂ ഇയർ കൂടിയാണ്. അതെങ്ങനെയുണ്ടായിരുന്നു? ന്യൂ ഇയർ നമ്മളൊരു പ്ലാൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ നമുക്ക്? നമ്മൾ ആക്ച്വലി ക്രിസ്മസാണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്തത്. ഒരു ഹോളിഡേ വില്ലേജ് പോലെ നമ്മൾ ചെയ്ത് ഒരു ഫ്ലീ മാർക്കറ്റ്, അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ന്യൂ ഇയർ നമുക്കൊരു സിറ്റ് ഡൗൺ ഡിന്നർ, 5 course സിറ്റ് ഡൗൺ ഡിന്നർ ആയിട്ടാണ് നമ്മൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മോസ്റ്റ് സ്ഥലങ്ങളിലും ഈ പറയുന്ന ഒരു ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. അങ്ങനെയാണ് ന്യൂ ഇയർ പാർട്ടീസ് നടക്കുന്നത്. അപ്പം നമ്മൾ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നവർക്കെല്ലാം അറ്റ്ലീസ്റ്റ് ഒരു ചെയറെങ്കിലും കൊടുക്കാൻ പറ്റണേ. അപ്പോൾ അതുകൊണ്ട് സിറ്റ് ഡൗൺ വെച്ചിട്ട് ആൾക്കാർക്ക് ഒരു 5 course മീൽസ് കോഴ്സ് വൈസ് അങ്ങനെ ഒരു അതായത് നമ്മുടെ സാലഡ്, സ്റ്റാർട്ടർ, സൂപ്പ്, അങ്ങനെ ഒരു കോഴ്സ് വൈസ് അതിനെ കൊണ്ട് സെർവ് ചെയ്ത് ടേബിളിൽ കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഈ ഓരോ കോഴ്സ് സെർവ് ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് മ്യൂസിക് പ്ലേ ചെയ്യുന്ന ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ഒരു എക്സ്പീരിയൻഷ്യൽ DJ എന്ന് പറയുന്ന DJ അല്ല, പക്ഷെ ഒരു എക്സ്പീരിയൻഷ്യൽ DJ. ഓരോ കോഴ്സിന് ഓരോ ലൈറ്റിംഗ്, ഓരോ മ്യൂസിക് അങ്ങനെ ചെയ്തിട്ട് ആണ് ആ ന്യൂ ഇയർ പോയത്. അങ്ങനെ ഒരു ന്യൂ ഇയർ സംഭവം എനിക്ക് തോന്നില്ല വേണ്ടത് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തത്. ബട്ട് ഇച്ചിരി ലൗഡായിട്ട് ചെയ്തത് ക്രിസ്മസ് ആയിരുന്നു. ലൗഡ് ഇൻ ദ സെൻസ് കുറച്ചുകൂടെ ആൾക്കാർ പ്ലാൻ ചെയ്തത് നമുക്ക് യങ്സ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് തുടങ്ങിയത്. യങ്സ്റ്റേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഏത് മേഖലയാണെങ്കിലും ഈ പറഞ്ഞ പോലെ അവര് തിരുവനന്തപുരത്തേക്ക് വന്ന ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ നമുക്ക് പോകാനൊരു ഇടമില്ല എന്ന് പറയുന്ന യങ്സ്റ്റേഴ്സും ഉണ്ട്. ഒപ്പം ഈ സിറ്റി അത്ര പോരാന്ന് പറഞ്ഞ് പുറത്തേക്ക് ബാംഗ്ലൂരിലേക്കൊക്കെ അടക്കം പോകുന്നവരുണ്ട്. അവരെ നിങ്ങൾ പോകേണ്ട കുട്ടികളെ ഇവിടെ നിൽക്കുന്ന പിടിച്ചെടുത്താണോ നമ്മൾ? ഇവിടെ രാവിലെ വന്നിരുന്നാൽ തന്നെ ഒത്തിരി ഷൂട്ട്സ് കാണാൻ പറ്റിയിട്ടുണ്ട്. പലരും പല രീതിയിലുള്ള ഷൂട്ടും ഇതേപോലെ ഡ്രസ്സപ്പ് ചെയ്ത് വന്ന് അവര് എന്താ ഇപ്പം സേവ് ദ ഡേറ്റ് ആണെങ്കിലും ഒക്കെ അവരുടെ ഫോണിൽ തന്നെ എടുത്ത് ഇവിടെ അതെ പ്രപ്പോസൽസ് വന്നിരുന്ന രസമാണ്. രാവിലെ നമ്മളവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നതാണോ? അത് പ്രപ്പോസൽ, സേവ് ദ ഡേറ്റ്, പിന്നെ മറ്റേ നമ്മുടെ ബേബി ഷവർ, അങ്ങനെ. പരസ്യമല്ല അങ്ങനെയല്ല പറയുന്നത്. കാരണം നമ്മുടെ കൾച്ചർ മാറുന്നു എന്നുള്ള ഞാൻ ചോദിച്ചത്. ശരിയാണ്, ഈ പ്രപ്പോസൽ സീൻസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഫോറിൻ കൺട്രീസിലും അല്ലെങ്കിൽ പുറത്തൊക്കെ ഉള്ള പ്രപ്പോസൽ സീൻസ്. നമ്മളിവിടെ നമുക്ക് ആകെ ശംഖുമുഖം മ്യൂസിയം അല്ലേ, ആകെ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിങ്ങളൊരു ഇന്റീരിയർ ഗംഭീരമായിട്ട് കൊടുക്കുന്നു, ആളുകളിലേക്ക് വരുന്നു. അവരുടെ ഈ യങ്സ്റ്റേഴ്സിന്റെ റെസ്പോൺസ് പ്രത്യേകിച്ച് അവരെ എടുത്ത് അപ്പം തന്നെ പറഞ്ഞിട്ട് പോകുന്നവർ, അങ്ങനത്തെ റെസ്പോൺസ് വരാറുണ്ട്. അല്ല, ഇപ്പം ഈ കൂടുതലും ഇൻഫ്ലുവൻസേഴ്സിന്റെ റീലൊക്കെ കയറി നമ്മൾ അറിയാറ് പോലും ഇല്ല. നമ്മളെ ടാഗ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അത് പലരും വിചാരിക്കുന്നത് നമ്മൾ പെയ്ഡായിട്ട് ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സോഫ്റ്റ് ലോഞ്ച് ഫീസിൽ ഒരു മാർക്കറ്റിംഗ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആൾക്കാർ വന്ന് ഒരു വേർഡ് ഓഫ് മൗത്ത് പോകണം എന്നാണ് ഉദ്ദേശിച്ചത്. അത് അവർ ഈ റീലുകളിലൂടെ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നതാണ്. അത് തന്നെ നമ്മളൊരു അപ്രിസിയേഷൻ ആയിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ പോലും നമ്മുടെ ഒരു ഫ്രണ്ട്സാണ് അത് തൽക്കാലത്തേക്ക് അതായത് പറയുന്നത് തുടങ്ങി അത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ അത് ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്തോ വലിയ നമ്മളേതോ ഏജൻസിക്ക് കൊടുത്തിട്ട് ചെയ്യുന്നതാണോ? ഒന്നുമല്ല, നമ്മൾ ജസ്റ്റ് തുടങ്ങിയപ്പോഴത്തേക്ക് സോഫ്റ്റ് ലോഞ്ച് ആയതുകൊണ്ട് ചെറിയ രീതിയിൽ അങ്ങനെ പബ്ലിസിറ്റി ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ചെറിയ രീതിയിൽ ചെയ്ത് അത് നമ്മുടെ ഫ്രണ്ട്സാണ് ചെയ്ത്. ഇവിടെ വരുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ആൾക്കാരെല്ലാവരും അത് ടാഗ് ചെയ്ത് അത് ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും നമ്മളെന്തോ ഭയങ്കരമായിട്ട് അത് അഡ്വർടൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്രയും സമയം ഇവരോട് സ്പെൻഡ് ചെയ്തിട്ട് ഇനിയും നിങ്ങളെ കാണിക്കാൻ കുറെ സ്പോട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓടി നടന്ന് ഞാനൊന്ന് കാണിക്കാം, വരും. ഇങ്ങനെ ഇവിടുത്തെ ഏറ്റവും ഭൂമിയുടെ ഒരു മറ്റൊരു പ്രത്യേകമായിട്ട് പറയേണ്ടത് പാറക്കല്ലും വെള്ളവും പിന്നെ മുളയും ഒക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈ മുളയാണ് നമ്മൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത്. അതെ, ഇത് ഫ്രം ദ ബിഗിനിങ് ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു കാലപ്പഴക്കം കാണാനുണ്ട്. അതിങ്ങനെ ബെൻഡ് ചെയ്ത് അതെ. അപ്പൊ ഇതൊക്കെ ക്ലിയർ ചെയ്ത് വേറൊരു പ്രോജക്റ്റ് ആയിരുന്നു ഇവിടെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ ഈ സ്പേസിനെ ഇതാക്കിയത് ഈ മുളയാണെന്ന് നമുക്ക് തോന്നാറുണ്ട്. വലിയൊരു നമ്മൾ ആദ്യം വന്ന് ഈ മുള എങ്ങനെ നിൽക്കുന്ന ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ആക്ച്വലി നല്ല രസമുണ്ട്, നമുക്ക് തോന്നി. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തുകൂടാന്ന്
ആദ്യത്തെ ഒരു തോട്ട് ഭൂമിയുടെ തന്നത് ആക്ച്വലി ഓ മോളെയാണ്. ശരി, അപ്പൊ ഇതാണ് നമ്മൾ അവിടെ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന കൃത്യ സ്ഥലത്താണ്. എവിടുന്നാണോ ഈ പ്രോജക്റ്റ് തുടങ്ങിയത് അവിടെയാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഇപ്പൊ ഭയങ്കര സന്തോഷമാണ് രണ്ടുപേർക്കും. അത് കാണാനുണ്ട്. എങ്കിലും ആ പ്രോസസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ എങ്ങനെ നന്നായി കുറച്ചുകൂടി നന്നാക്കാം, ആളുകളുടെ റെസ്പോൺസ് എടുത്തിട്ട് അതനുസരിച്ച്. തുടങ്ങിയ ടൈമിൽ വിചാരിച്ചു കൺസ്ട്രക്ഷൻ ഫേസ് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നമ്മളിത് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി കിട്ടിയാൽ ഒരു സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ കൺസ്ട്രക്ഷൻ ഫേസ് ആയിരുന്നു ഏറ്റവും സ്വീറ്റ് പീരിയഡ്, നമ്മുടെ ഹണിമൂൺ പീരിയഡ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി കുറച്ചും കൂടി കൂടി, ആൾക്കാരുടെ റെസ്പോൺസും കൂടി കണ്ടപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടി എന്നുള്ളൊരു സമാധാനക്കേട് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ടുപേർക്കും ആശംസകൾ. തകർത്ത് മുന്നോട്ട് പോവുക, ഗംഭീരമായിട്ട് ഒരുപാട് ഭൂമികൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ കഴിയട്ടെ നിങ്ങൾക്ക് കേട്ടോ. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും. ഭൂമിയിൽ വന്ന് മടങ്ങുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഒരിക്കലെങ്കിലും ഇങ്ങോട്ടേക്ക് നിങ്ങൾ വരണം. അത് നിങ്ങൾക്കൊരിക്കലും നഷ്ടമാകാത്ത ഒരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ നിന്നൊന്ന് മാറി, അതും നമ്മുടെ ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു ഭൂമി നമുക്ക് വേണ്ടി അവർ തന്നപ്പോൾ അതൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് മാത്രമേ പറയാനുള്ളൂ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.